ആക്ട്രസ് രശ്മികയൊക്കെ പരസ്യത്തിലും സ്റ്റോറീസിലൊക്കെ ഇട്ടാക്കുന്ന പർപ്പിൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ലൊക്കെ നല്ല വെളുത്ത നിറത്തിൽ വരും എന്നുള്ളത് ശരിക്കും അതൊരു സത്യമാണ്. എന്താ കാര്യം എന്നുള്ള ഞാൻ പറയാം. ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ് അത്. നമ്മുടെ ടൂത്ത് കുറച്ചൊരു യെല്ലോയിഷ് കളറാണെങ്കിൽ ഈ പർപ്പിൾ കളറിലുള്ള ടൂത്ത് പേസ്റ്റ് വെച്ച് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ആ പർപ്പിളും യെല്ലോയും കൂടെ ക്യാൻസൽ ചെയ്ത് വൈറ്റ് കളർ കിട്ടുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് ജസ്റ്റ് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ആ പർപ്പിൾ കളർ നമ്മൾ ആ കുറച്ച് ടൂത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളമായിട്ട് തോന്നും എന്നുള്ളതല്ലാതെ നമ്മുടെ പല്ലുകൾ വെള്ളയാവുന്നില്ല. പെട്ടെന്നൊരു ക്വിക്ക് റെമഡി ആണിത്. ഇത് നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. അത് കുറച്ച് കളയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ആവുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഒരു പെർമനന്റ് റിസൾട്ട് കിട്ടണം. നിങ്ങളുടെ പല്ലുകൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ പല്ലുകൾ നല്ലതുപോലെ വെളുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ഇൻഹൗസ് ബ്ലീച്ചിങ് ചെയ്യാം. അതായത് ഡെന്റിസ്റ്റിനെ കണ്ട് പ്രോപ്പറായിട്ട് നമ്മുടെ ബ്ലീച്ചിങ് ഏജൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ പല്ലുകളെ ഫുൾ ബ്ലീച്ച് ചെയ്ത് വൈറ്റനിങ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു 2-3 സിറ്റിംഗ് കൊണ്ട് നിങ്ങളുടെ പല്ലുകളുടെ ഷെയ്ഡ്സ് വൈറ്റർ ആയിട്ട് മാറ്റാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബ്ലീച്ചിങ് പെൻസ് ഉണ്ട്. ബ്ലീച്ചിങ് പെൻസ് ഇപ്പോൾ കോൾഗേറ്റിന്റെ ഒക്കെ ബ്ലീച്ചിങ് പെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. നമ്മുടെ പെറോക്സൈഡ് കോൺസെൻട്രേഷൻ ഒക്കെ വളരെ കുറവാണ്. നിങ്ങളുടെ ടൂത്ത് ചെറിയ രീതിയിലുള്ള റിസൾട്ട്സ് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ടൂത്ത് കുറച്ച് വൈറ്റർ ആവുന്നുണ്ട്. ശരിക്കും ഒപ്റ്റിക്കൽ ഇല്യൂഷൻ അല്ല, ശരിക്കും കുറച്ച് ടൂത്ത് വൈറ്റർ ആവുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇൻ ഓഫീസ് ആയിട്ട് നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ കണ്ട് പ്രോപ്പറായിട്ട് വൈറ്റനിങ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്.